2018 മഹാപ്രളയത്തെ ഓർമ്മിപ്പിക്കും വിധമുള്ള കനത്ത പ്രളയ ഭീഷണിയിലാണ് കേരളമെന്ന് തോന്നിപ്പിക്കും വിധമാണ് മഴ അതിരൂക്ഷമായി തുടരുന്നത്. ഏറ്റവും കനത്ത നാശനഷ്ടം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ്. പത്തനംതിട്ട ജില്ലയിലെ റാന്നി, ലാഹ തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ കനത്ത വെള്ളക്കെട്ടിനടിയിലാണ്. യഥാർത്ഥത്തിൽ ഒരു മിന്നൽ പ്രളയം എന്ന് കരുതാവുന്ന രീതിയിലുള്ള കനത്ത പ്രളയമാണ് കുറഞ്ഞ മണിക്കൂറുകൾ കൊണ്ട് അവിടെയൊക്കെ സംഭവിച്ചത്. സാധാരണ മഴ പെയ്യുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായി കനത്ത മഴ കൊണ്ട് ഒറ്റ രാത്രിയിൽ കിടന്നുറങ്ങുന്ന ആളുകൾ അടുത്ത ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചലിക്കാൻ പോലും കഴിയാത്തവണ്ണം വെള്ളക്കെട്ടിലേക്കായി പോവുകയാണ് ചെയ്യുന്നത്. വടശ്ശേരിക്കരയിൽ മാത്രം 33 സെൻറ്റിമീറ്റർ മഴയാണ് 8 മണിക്കൂറിനുള്ളിൽ രേഖപ്പെടുത്തിയത്. ലാഹയിൽ അത് 25 സെൻറ്റിമീറ്റർ. 24 മണിക്കൂറിനുള്ളിൽ 204 മില്ലിമീറ്ററിന് മുകളിൽ മഴ ലഭിച്ചതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ മിന്നൽ പ്രളയമായി കണക്കാക്കുന്നത്. പമ്പ, മണിമലയാറുകൾ വളരെ പെട്ടെന്ന് കരകവിഞ്ഞൊഴുകിയതോടെയാണ് റാന്നിയിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ കനത്ത വെള്ളപ്പൊക്കത്തിലേക്ക് നീങ്ങിയതും ഇപ്പോഴും ആ സ്ഥിതി തുടരുന്നതും. ഈ കാഴ്ച നിങ്ങളോട് പറയും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. രാവിലെ മുറ്റത്ത് കിടക്കുന്ന ചെരുപ്പിട്ട് പുറത്തേക്ക് ഇറങ്ങാം എന്ന് വിചാരിച്ചിരുന്നവർ ഉറങ്ങി ഉണർന്നു കഴിഞ്ഞാൽ പുറത്തു പോയി ഒരു കവർ പാല് വാങ്ങിക്കൊണ്ട് വന്ന് ചായ ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ച് സുഖമായി കിടന്നുറങ്ങിയവർ, അങ്ങനെയൊക്കെയുള്ള മനുഷ്യരാണ് നേരം പുലരുന്നതിന് മുമ്പ് തന്നെ തങ്ങളുടെ വീടിന്റെ മുറ്റത്ത്, പടിക്കെട്ടില്, വീടിനകത്ത്, വീടിന്റെ ഒരു നില നോക്കി നിൽക്കുന്ന സമയം കൊണ്ട് മുങ്ങിപ്പോകുന്ന ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് ഊഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു പ്രതിസന്ധിയാണ്. 2018 അത് അനുഭവിച്ചതാണ് ഈ മേഖല. 2026 പ്രതീക്ഷിച്ചതേയില്ല. 2018 2-3 ദിവസം മഴ തുടർച്ചയായി പെയ്യുന്നു, നദിയിൽ ജലനിരപ്പ് ഉയരുന്നു. ഇത് അപ്രതീക്ഷിതമായിട്ടാണ്. ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ മഴ മാറി നിന്ന് ഒരു വരൾച്ചയുടെ പ്രതീതി ഉണ്ടാക്കി അത് പലതരത്തിലുള്ള വെള്ളം കുറഞ്ഞത് മൂലമുള്ള കൃഷിനാശവും വൈദ്യുതി ഉൽപാദനവും ഒക്കെ സംസ്ഥാനത്ത് തന്നെ ഗുരുതരമായി അവസ്ഥയിലേക്ക് എത്താമെന്നൊക്കെ നമ്മൾ വാർത്തയൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരൊറ്റ ദിവസത്തെ മഴ കൊണ്ടാണ് ഈ മിന്നൽ പ്രളയം ഉണ്ടായിരിക്കുന്നത്. ഒരു മേഖലയാകെ വീണ്ടും അത് കവർന്നെടുത്തു എന്ന് തന്നെ പറയേണ്ടി വരും. 1-2 മണിക്കൂറിനുള്ളിൽ ഈ വെള്ളം ഇറങ്ങി തുടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ സ്ഥിതി രൂക്ഷമാണ്. ഈ വെള്ളമെല്ലാം കൂടി പമ്പയുടെ കാര്യത്തിലാണെങ്കിൽ ഈ അപ്പർ കുട്ടനാട്ടിലേക്കുമാണ് വരുന്നത്. കോട്ടയത്തിന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ മേലുകാവ് അടക്കമുള്ള മേഖലയിൽ നിന്ന് പാലാ, മീനച്ചിൽ, കോട്ടയം ഭാഗത്തേക്കാണ് വരുന്നത്. അപ്പോൾ മഴയുടെ തീവ്രത എത്രമാത്രം വലുതാണെന്ന് ആലോചിക്കും. 339 മില്ലിമീറ്റർ മഴയോ മറ്റാണ് വടശ്ശേരിക്കര ടൗണിൽ മാത്രം കഴിഞ്ഞ ദിവസം പെയ്തെന്നാണ് പറയുന്നത്. അപ്പോൾ ക്രമാതീതമായി മഴ പെയ്തു. വനമേഖലയിൽ പലയിടത്തായി ഉരുൾപൊട്ടലുണ്ടായി. അങ്ങനെ കുത്തിയൊലിച്ചു വന്ന വെള്ളവും കല്ലും മണ്ണും ഒക്കെ ചേർന്ന് നേരെ ചെറുതോടുകൾ അത് ഇന്ന് നദികളിലേക്ക് വരുന്നു. മരമടക്കമ്പോൾ ഇതാണ് റാന്നിയിലെ സ്ഥിതിയെങ്കിൽ കോട്ടയത്തും അതുപോലെ പാല, ഈരാറ്റുപേട്ട മേഖലകളിലൊക്കെ കനത്ത മഴ മൂലം ജനങ്ങളാകെ പ്രതിസന്ധിയാകുന്ന സ്ഥിതിയിലാണുള്ളത്. 9 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജനങ്ങളോട് പറയാനുള്ളത് റെഡ് അലർട്ടിനെയും മറ്റു കാര്യങ്ങളെയും ഒക്കെ വളരെ ഗൗരവമായി ജനങ്ങൾ കാണേണ്ടതുണ്ട്. വെറുതെ തമാശയായി കണ്ടാൽ മണിക്കൂറുകൾ കൊണ്ട് കൺമുന്നിൽ തന്നെ ജലനിരപ്പ് ഉയർന്നു കയറി വരുന്നത് നോക്കി നിൽക്കാൻ മാത്രം കഴിയുന്നൊരവസ്ഥയിലേക്ക് അത്ര ഭീകരമായ മഴയാണ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് മിന്നൽ പ്രളയമെന്ന പേരിൽ ഈ മേഘപ്പാളികൾ ഇങ്ങനെ കീറി താഴേക്ക് വീഴുന്നത് പോലെ, ഒരു നദിയെടുത്ത് മുകളിലൂടെ ഒഴിക്കുന്നത് പോലെ അങ്ങനെയാണ് ഈ മഴ പെയ്തിറങ്ങുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഗൗരവത്തിൽ തന്നെ കാണേണ്ടതുണ്ട്. ഇന്ന് ആറന്മുളയിലൊക്കെ വെള്ളക്കെട്ടായപ്പോഴും മുകളിൽ നിന്ന് ഇറങ്ങാതെ നിൽക്കുന്ന ചില ആളുകളെ കണ്ടു. അബിൻ വർക്കി MLA ഒക്കെ അവരെ അനുനയിപ്പിച്ചിറക്കുന്നത് കണ്ടു. അങ്ങനെ അനുനയിപ്പിക്കാൻ വേണ്ടി നിൽക്കേണ്ടതില്ല. ക്യാമ്പുകളിലേക്ക് മാറേണ്ട സാഹചര്യങ്ങളാണെങ്കിൽ അടിയന്തരമായി മാറണം. ബന്ധുവീട്ടുകളിലേക്ക് പോകണമെങ്കിൽ അങ്ങനെ പോകണം. റെഡ് അലർട്ടിനെയും ബാക്കിയുള്ള സാഹചര്യങ്ങളെയും വെറുതെ അതൊരു തമാശ പോലെ കാണാതെ ഗൗരവമായി എടുക്കണം. പ്രളയം ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഏതായാലും ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ചേർന്ന് നിന്ന് പരസ്പരം സഹകരിച്ചും ഈ അധികാരികളുടെ മുന്നറിയിപ്പുകൾ അവഗണിക്കാതെയും അതിനെ പിന്തുടർന്നും ഈ പ്രതിസന്ധിയെ മറികടക്കേണ്ടതുണ്ട്. മഹാപ്രളയമായി മാറാതിരിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.